വെൽക്കം ബാക്ക് ടു ദ ക്ലാസ് ഓഫ് ക്വാണ്ടിറ്റി സർവേ 2. നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ എട്ടാമത്തെ വീഡിയോ ക്ലാസ് ആണ് നിങ്ങളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് മീ മുഹമ്മദ് റഹീസ്, യുവർ ടീച്ചർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ വാല്യുവേഷൻ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വസ്തുവിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ എക്സാക്ട് മീനിങ്ങും അതിനുപയോഗിക്കുന്ന വിവിധ മെത്തേഡുകളും, അതായത് വസ്തുവിൻ്റെ മൂല്യം നമ്മൾ ഏതൊക്കെ രീതിയിൽ കണക്കാക്കും എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വാല്യുവേഷൻ എന്ന ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. ഈ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നോ നിങ്ങൾ എവിടെയെങ്കിലും? ഒരു ചുവന്ന നിറത്തിലുള്ള ഈ ഒരു കാറ്, ഇത് ഡയമണ്ട് നെക്ലേസ് എന്ന ഫിലിമിൽ ഫഹദ് ഫാസിലിൻ്റെ തൻ്റെ ഭാര്യ വീട്ടിൽ പോകുന്ന സമയത്ത് അവർ ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു കാറാണ്, സ്ത്രീധനമായിട്ട്. അവിടെ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലേ, 1984 ഇത് വാങ്ങിക്കുമ്പോൾ പുതുപുത്തനായിരുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും. എന്താണ് ഇതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ സീനിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? 1984 പുതുപുത്തനായിരുന്ന ഒരു വണ്ടി ഒരച്ഛൻ തൻ്റെ മരുമകന് ഗിഫ്റ്റ് ചെയ്യണം. ആ മരുമകൻ്റെ മുഖത്ത് അതിന് യാതൊരു വാല്യൂ കാണിക്കുന്നില്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അതൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ എന്താണ് വാല്യുവേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് മകൻ അത് വാല്യൂ ചെയ്ത സമയത്ത് ആ വസ്തുവിന് യാതൊരു മൂല്യവും കണക്കാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വസ്തുവിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് പണത്തിൽ കണക്കാക്കുന്നതിനെയാണ് വാല്യുവേഷൻ എന്ന് പറയാം. വാല്യുവേഷൻ മീൻസ് ഫൈൻഡിങ് ദ പ്രസന്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില. അപ്പൊ പണ്ട് എങ്ങനെ 1984 അതൊരു മഹാസംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വസ്തുവിന് ഇപ്പോഴുള്ള വില എന്താണ് എന്നുള്ളതാണ് വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു നോക്കിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ, പഴയ ഒരു 3110 അങ്ങനത്തെ ഏതെങ്കിലും പണ്ടത്തെ ഹിറ്റ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് യാതൊരു മൂല്യവുമില്ല, അത് കാലഹരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണ്. വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രസന്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നെഗ്ലിജിബിൾ ആണ്. അതേസമയം പണ്ട് 2000-3000 രൂപയൊക്കെ കൊടുത്തിട്ട് വാങ്ങിച്ചിരുന്ന ഒരു വസ്തുവായിരുന്നു ആ ഫോൺ, ബട്ട് സ്റ്റിൽ ഇപ്പം അതിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ടും നശിച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ വാല്യുവേഷൻ എന്ന് നിങ്ങളോട് അറിഞ്ഞു വാട്ട് ഈസ് മീൻ ബൈ വാല്യുവേഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസസിങ് ഓർ ഫൈൻഡിങ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. ഒരു വസ്തുവിൻ്റെ നിലവിലുള്ള വില കണക്കാക്കുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് വാല്യുവേഷൻ. വാല്യുവേഷൻ ഓഫ് എ ബിൽഡിംഗ് നമ്മൾ നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷനുമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കാറോ ബൈക്കോ ബസ്സോ ഒന്നും നമ്മുടെ വാല്യുവേഷൻ്റെ കാര്യത്തിൽ പരിഗണിക്കുന്നില്ല. ബിൽഡിങ്ങുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യുവേഷൻസ് മാത്രമാണ് നമ്മൾ ഈ നമ്മുടെ സിലബസ് പ്രകാരം ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ദ വൺ വിച്ച് യു ഹാവ് ടു ഫോക്കസ് ഈസ് ഹൗ ടു ഫൈൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ്. എങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ നിലവിലുള്ള വില കണ്ടെത്താം എന്നതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഇറ്റ് ഹാസ് ഗോട്ട് 2 സ്റ്റെപ്സ് ആക്ച്വലി. 2 സ്റ്റെപ്പിലൂടെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ വില കണക്കാക്കുന്നത്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഫൈൻഡ് ദ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ദ പ്രസന്റ് റേറ്റ്. നിങ്ങളൊരു വീട് പോയി കാണുകയാണ്, അത് പണ്ടെങ്ങാണ്ട് നിർമ്മിച്ചതാണെന്ന് വിചാരിക്കാം. അപ്പോൾ 2020 ആയിട്ടുള്ള ഈ ഒരു വർഷം നിങ്ങൾ ഒരു വീട് പോയി കാണുകയാണ്. ആ വീട് മുതലാളി പറഞ്ഞു ഇത് 2010 നിർമ്മിച്ചതാണ്, 10 വർഷം മുമ്പ് നിർമ്മിച്ചതാണ്.
അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ നിലവിലുള്ള വില കണക്കാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് യു ഹാവ് ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അറ്റ് ദ പ്രസന്റ് റേറ്റ്. ഇന്ന് ആ വീട് നിർമ്മിക്കാൻ എത്ര രൂപയാവും എന്നാണ് നിങ്ങൾ ആദ്യം കണക്കാക്കേണ്ടത്. ആൻഡ് പ്ലസ് അലോവിങ് സ്യൂട്ടബിൾ ഡെപ്രീസിയേഷൻ. ഈ 10 വർഷം കൊണ്ട് ഈ വിലയിൽ എത്രത്തോളം ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ഈ 2 കാര്യങ്ങൾ ആണ് നിങ്ങൾ വാല്യുവേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഒരു വീടോ ഒരു ബിൽഡിങ്ങോ പോയി കാണുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന്റെ വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ അറ്റ് ദ പ്രസന്റ് റേറ്റ്. ഇപ്പോഴുള്ള അവസ്ഥയിൽ ആ ബിൽഡിംഗ് നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകുമെന്ന് കണക്കാക്കുന്നു. ആൻഡ് 10 വർഷം അല്ലെങ്കിൽ ഇത്ര വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിന് വിലയിടിവ് ഇത്രത്തോളം വരാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കുന്നു. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളൊരു വിലയിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിന്റെ വാല്യുവേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. The present day cost may be determined by cost from the record, cost by detailed measurement, cost by plinth area basis. നിലവിലുള്ള ഒരു ബിൽഡിങ്, അതായത് മുൻപ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിൽഡിങ്ങിന്റെ പ്രസന്റ് കോസ്റ്റ്, ഇപ്പോൾ അത് നിർമ്മിക്കാൻ എത്ര രൂപയാവും എന്ന് കണക്കാക്കുന്നത് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വഴിയിലാണ്. അതിൽ ഒന്നാമത്തെ കോസ്റ്റ് ഫ്രം ദ റെക്കോർഡ്, ആ ബിൽഡിങ് നിർമ്മിക്കുന്നതിന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ടോ, കോസ്റ്റ് ബൈ ഡീറ്റെയിൽഡ് മെഷർമെന്റ്, നിലവിലുള്ള ഈ ബിൽഡിങ് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അതിൽ ഓരോ കഷ്ണവും നിർമ്മിക്കാൻ എത്ര രൂപയാവുമെന്ന് കണക്കാക്കുന്നത് വഴിയോ, ഓർ കോസ്റ്റ് ബൈ പ്ലിന്ത് ഏരിയ ബേസിസ്, ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയാണ്, അപ്പോൾ ഇത് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്, അപ്പോൾ ഈ സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിക്കാൻ ഇത്ര രൂപയാവും എന്ന് കണക്കാക്കുന്ന രീതിയിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രീതിയിലാവാം എന്ത്, ഒരു ബിൽഡിങ്ങിന്റെ പ്രസന്റ് ഡേ കോസ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് രേഖകൾ പരിശോധിച്ചുകൊണ്ടോ, ആ ബിൽഡിംഗ് കൃത്യമായി അളന്നെടുത്ത് ആ ഓരോ അളവിൽ നിർമ്മിക്കാൻ എത്ര രൂപയാവുമെന്ന് കണ്ടെത്തുന്നത് വഴിയോ, അതാണ് ഡീറ്റെയിൽഡ് മെഷർമെന്റ്. മൂന്നാമതായിട്ട് പറഞ്ഞത് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയാണ് നിർമ്മിക്കാൻ, അപ്പൊ നമ്മുടെ മുന്നിലുള്ള ബിൽഡിംഗ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അപ്പൊ ഇതിന് ഏകദേശം ഇത്ര രൂപയാവും എന്ന് കണക്കാക്കുന്ന രീതി. ഓക്കെ, അപ്പൊ ഈ 3 വഴിയിൽ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് any of these 3 steps can be followed to find the present value of the building. And the depreciation depends on the ultimate use of the building, present age, nature of maintenance, etc. ആ ബിൽഡിങ്ങിൽ വന്നിട്ടുള്ള തേയ്മാനങ്ങൾക്കും ബിൽഡിങ്ങിന്റെ യൂസേജിനും ബിൽഡിങ്ങിൽ സംഭവിക്കുന്ന മെയിൻ്റെനൻസിനനുസരിച്ച് ആ ബിൽഡിങ്ങിൽ നമുക്കൊരു ഏകദേശം ഇത്ര രൂപ വില ഇടിവ് സംഭവിക്കും അല്ലെങ്കിൽ ഇത്ര രൂപ ഡെപ്രീസിയേഷൻ ഉണ്ടാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ബിൽഡിങ്ങിന്റെ വാല്യൂ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ നിലവിലുള്ള വില കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു 5 കൊല്ലം മുമ്പ് ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ഷോപ്പിൽ ഒരു കടക്കാരന് ഈ ഫോൺ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ആ കടക്കാരൻ അതിന് നിലവിലൊരു വില പറയും. ആ വില പറയുന്നതിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അയാൾ ആ വില കണക്കാക്കുന്നതിനെയാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ കേസ് വരുമ്പം 2 സ്റ്റെപ്പിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് നിലവിൽ ഇതേ ബിൽഡിംഗ് നിർമ്മിക്കാൻ എത്ര രൂപയാവുമെന്ന് കണക്കാക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ ബിൽഡിംഗ് ഇത്ര പഴക്കമുണ്ട്, ആ പഴക്കം കൊണ്ട് അതിന്റെ മൂല്യത്തിന് വരുന്ന കുറവ് എത്രത്തോളമാണ്, അതായത് ഡെപ്രീസിയേഷൻ എത്രത്തോളമാണ് എന്ന് കണക്കാക്കുന്നു. അപ്പോൾ പ്രസന്റ് റേറ്റ് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ കോസ്റ്റും പോസിബിൾ ഡെപ്രീസിയേഷനും വെച്ചിട്ട് നമ്മളൊരു ഫൈനൽ വാല്യൂവിലോട്ട് എത്തുന്നു. അതിനെ ആ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇങ്ങനെയാണ് വാല്യുവേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ പലപ്പോഴും കാണാറുള്ള ഒരു ചോദ്യമാണ് വിച്ച് ആർ ഓൾ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ വാല്യുവേഷൻ ഈസ് ഡിപ്പെൻഡഡ്. ഏതൊക്കെ കാര്യങ്ങളിലാണ് വാല്യുവേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാല്യുവേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ലിസ്റ്റ്, ഒരു 6 മാർക്കിനൊക്കെ
ചോദിക്കുക എന്നുണ്ടെങ്കിൽ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാല്യുവേഷൻ ചോദിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 6 പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സ് എഴുതിയാലും ഇതിൽ മാർക്ക് കുറയാനൊന്നും ചാൻസ് ഇല്ല. ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, സ്ട്രക്ചർ ആൻഡ് ഡ്യൂറബിലിറ്റി. ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്? ഇപ്പോൾ ഇത് സ്റ്റീൽ ബിൽഡിംഗ് ആണോ, കോൺക്രീറ്റ് ബിൽഡിംഗ് ആണോ, അതല്ലെങ്കിൽ ചുമര് കൊണ്ട് നിർമ്മിച്ചതാണോ, അല്ലെങ്കിൽ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണോ, അങ്ങനെ ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്? സ്കൂൾ ബിൽഡിംഗ് ആണോ, ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണോ? അപ്പോൾ ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന് വാല്യുവേഷൻ്റെ രീതികൾ മാറും. സ്ട്രക്ചർ, ഏത് ടൈപ്പ് സ്ട്രക്ചർ ആണ്? ഡ്യൂറബിലിറ്റി, എത്ര വർഷം നിലനിൽക്കും എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് വാല്യുവേഷൻ മാറാവുന്നതാണ്. സൈസ്, ഷേപ്പ്, ഫ്രണ്ടേജ്, വിഡ്ത്ത് ഓഫ് റോഡ് എക്സെട്ര. നിങ്ങളൊരു വീടിന് വില പറയാൻ പോകുന്നുണ്ടെങ്കിൽ ആ വീട് എത്രത്തോളം വലുതാണ്, ആ വീടിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, വീടിൻ്റെ ഫ്രണ്ടേജ് എങ്ങനെയാണ്, മുൻഭാഗം എങ്ങനെയാണ്, കാണാൻ ഭംഗിയുള്ളതാണോ, അല്ലെങ്കിൽ വണ്ടിക്ക് കയറി പാർക്ക് ചെയ്ത ആളുകൾക്ക് ഇറങ്ങാൻ ആക്സസിബിലിറ്റി ഒക്കെ ഉള്ള സ്ഥലം ഫ്രണ്ടേജ് ആണോ, വിഡ്ത്ത് ഓഫ് റോഡ്, ആ വീട്ടിലോട്ടുള്ള അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിൽഡിങ്ങിലോട്ട് ആക്സസ് ചെയ്യുന്ന റോഡിൻ്റെ വീതിയും വിസ്താരവും സൗകര്യങ്ങളൊക്കെ എങ്ങനെ, അതിനൊക്കെ അനുസരിച്ചിട്ട് ബിൽഡിങ്ങിൻ്റെ വാല്യൂ മാറും. The quality of materials used in construction and its present value. നിങ്ങൾ വില പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ എങ്ങനത്തതാണ്, എന്ത് ക്വാളിറ്റി ഉള്ളതാണ്, മികച്ചതാണോ, അത് താൽക്കാലികം ഉപയോഗിക്കുന്ന സാധനങ്ങളാണോ, അതൊക്കെയാണ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ, ആ സെയിം വസ്തുക്കൾക്ക് ഇപ്പം എത്രത്തോളം വിലയുണ്ട്. ചിലപ്പോൾ ഒരു 10 വർഷം മുന്നേ വളരെ വലിയ വില കൊടുത്ത് വാങ്ങിച്ച ചില സാധനങ്ങൾ 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പം പറ്റ വില കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വസ്തുക്കൾക്ക് ഇപ്പോൾ വില കുറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ബിൽഡിങ്ങിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യൂസ് ചെയ്ത മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ നിലവിലുള്ള വില എത്രയാണെന്നൊക്കെ ഈ വാല്യുവേഷനെ ബാധിക്കുന്നതാണ്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് പ്ലിന്ത് എക്സെട്ര. ബിൽഡിങ്ങിൻ്റെ ഉയരം, പ്ലിന്തിൻ്റെ ഉയരം, ബേസ്മെൻറ്റിൻ്റെ ഉയരം, ഇതൊക്കെ ബിൽഡിങ്ങിൻ്റെ വാല്യൂവിനെ ബാധിക്കും. ഇൻകം ഫ്രം ദ ബിൽഡിംഗ് സച്ച് ആസ് റെന്റ്. ഒരു 2 ബിൽഡിംഗ് കാണുകയാണ് നിങ്ങൾ, രണ്ടും വാടക കൊടുക്കുന്നതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വാടക ഒരു മാസം ലഭിക്കുന്നത് 20,000 രൂപയാണ്, മറ്റേ ബിൽഡിങ്ങിന് 30,000 രൂപയാണ്. രണ്ടും ഒരേപോലെ നിർമ്മിച്ചതാണ്. അപ്പോൾ ഏതിനായിരിക്കും വാല്യൂ കൂടുതൽ? കൂടുതൽ റെന്റ് കിട്ടുന്നതിന് കൂടുതൽ വാല്യൂ ഉണ്ടാവും. കൂടുതൽ റെന്റ് കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹൗസ് ഓർ ദ ബിൽഡിംഗ് മൈറ്റ് ബി ലൊക്കേറ്റഡ് ഓൺ അത്രയും ഡിമാൻഡുള്ള ഒരു ഏരിയയിലായിരിക്കാം ഈ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ റെന്റ് അവിടെ കിട്ടുന്നത്. ഓട്ടോമാറ്റിക്കലി ദ വാല്യൂ ഓഫ് ദാറ്റ് ബിൽഡിംഗ് വിത്ത് ഹയർ റെന്റ് വിൽ ഹാവ് ഹയർ വാല്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വാല്യുവേഷൻ കിടക്കുന്നത്. ആ ബിൽഡിങ്ങിൽ നിന്നും കിട്ടുന്ന റെന്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും വാല്യൂ മാറാവുന്നതാണ്. ലൊക്കേഷൻ, അക്സസിബിലിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ പർച്ചേസ്. ബിൽഡിംഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഒരു സിറ്റിയുടെ നടുവിലാണോ, അതല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയയിലാണോ? അക്സസിബിലിറ്റി, നമ്മുടെ പെർട്ടിക്കുലർ ബിൽഡിങ്ങിലോട്ട് വാഹനങ്ങൾക്കും ആളുകൾക്കും കയറി വരാനും അവിടുന്ന് പോകാനും, പിന്നെ മെയിൻ റോഡിലോട്ടും സ്കൂളിലോട്ടും ഹോസ്പിറ്റലിലോട്ടൊക്കെ ഉള്ള പാസേജും കാര്യങ്ങളൊക്കെ എങ്ങനെ, തൊട്ടടുത്താണോ, അങ്ങാടി തൊട്ടടുത്താണോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വാല്യൂ മാറാം. ഡിമാൻഡ് ഫോർ പർച്ചേസ്, ആ പെർട്ടിക്കുലർ ബിൽഡിംഗ് വാങ്ങാൻ ആളുകളുണ്ടോ ഇല്ലേ, അതൊക്കെ പിന്നെ വാല്യൂ കൂടാനും കുറയാനൊക്കെ കാരണമാവും. ആൻഡ് ബേസിക് അമ്യൂണിറ്റീസ് സച്ച് ആസ് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ് എക്സെട്ര. ഈ പെർട്ടിക്കുലർ ബിൽഡിങ്ങിലോട്ട് വെള്ളത്തിൻ്റെ സപ്ലൈ ഉണ്ടോ, ഇപ്പോൾ പൊതു വെള്ളം കണക്ഷൻ എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവിടേക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ഉണ്ടോ, അത് 3 phase ആണോ, സിംഗിൾ ഫേസ് ആണോ, ആ വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന ഡ്രെയിനേജ് കോമൺ ഡ്രെയിൻ പൈപ്പിലോട്ട് കണക്റ്റഡ് ആണോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. നമുക്ക് ഇതിൽ നിന്ന് ഒരു 6-7 പോയിന്റ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാം. ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, സ്ട്രക്ചർ, ഡ്യൂറബിലിറ്റി എക്സെട്ര. ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണ്, അവയ്ക്ക് ഉപയോഗിച്ച സ്ട്രക്ചർ എങ്ങനെയാണ്, എത്രത്തോളം കാലത്തോട്ട് നിലനിൽക്കുന്ന ബിൽഡിംഗ് ആണ് എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട് വാല്യൂ മാറാം. സൈസ്, ഷേപ്പ്, ഫ്രണ്ടേജ്, വിഡ്ത്ത് ഓഫ് റോഡ് എക്സെട്ര. ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂ. ഏത് തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്, ആ വസ്തുക്കൾക്ക് നിലവിൽ എന്ത് വില കിട്ടുന്നു. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്, ഹൈറ്റ് ഓഫ് പ്ലിന്ത് എക്സെട്ര. ബിൽഡിങ്ങിൻ്റെ ഉയരവും പ്ലിന്തിൻ്റെ ഉയരമൊക്കെ എത്രത്തോളം ഉണ്ട്. ഇൻകം ഫ്രം ദ ബിൽഡിംഗ് സച്ച് ആസ് റെന്റ്.
ബിൽഡിങ്ങിൽ നിന്നും ഒരു വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിനനുസരിച്ചിട്ട് വില മാറും. ലൊക്കേഷൻ, അക്സസിബിലിറ്റി, ഡിമാൻഡ് ഫോർ പർച്ചേസ്. ഈ പെർട്ടിക്കുലർ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ഈ വീട് നിൽക്കുന്ന ഈ ബിൽഡിംഗ് നിൽക്കുന്ന പ്ലോട്ടിലോട്ടൊക്കെ വാഹനങ്ങൾക്ക് കയറാനും ഇറങ്ങാനും പറ്റുമോ, എവിടെയാണ് ഈ വീട് അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് നിലനിൽക്കുന്നത്, ഇത് വാങ്ങാൻ ആളുകളുണ്ടോ, ഈ ഡിമാൻഡ് ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാല്യൂ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ. ദ ബേസിക് അമ്യൂണിറ്റീസ് സച്ച് ആസ് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ് എക്സെട്ര. അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള വെള്ളം, വൈദ്യുതി, ഡ്രെയിനേജ്, ഈ ഫെസിലിറ്റികളെല്ലാം ഈ ബിൽഡിങ്ങിലോട്ടുണ്ടോ, ഈ ബിൽഡിങ്ങിലെ ഡ്രെയിനേജ് പ്രോപ്പർ ആണോ, അവിടുത്തെ ഇലക്ട്രിക് കണക്ഷൻസ് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് കണക്കാക്കണം. ഇതിനൊക്കെ അനുസരിച്ച് വാല്യുവേഷൻ, അതിൻ്റെ റിസൾട്ടുകൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ. ഞാൻ ഒരു 5-6 ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, രണ്ടാമത്തത് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ, മൂന്നാമത്തത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്, നാലാമത്തത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, അഞ്ചാമത്തത് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, ആറാമത്തത് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ 6 മെത്തേഡുകളാണ് ഫീൽഡിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടി ഫോളോ ചെയ്തു വരുന്ന രീതികൾ. ഈ 6 മെത്തേഡുകളും പേര് കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാവുന്നതാണ്. വിച്ച് ആർ ഓൾ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഈച്ച് മെത്തേഡ്. ഏതൊക്കെ മെത്തേഡുകളാണ് വാല്യുവേഷന് യൂസ് ചെയ്യുന്നത്, അത് വളരെ ചുരുക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പഠനത്തിൻ്റെ കാര്യത്തിലും അത്ര തന്നെ ആവശ്യമുള്ളൂ. ഇതിലെ ഈ ഡിപ്രീസിയേഷൻ മെത്തേഡ്, ഈ മെത്തേഡ് മാത്രമാണ് നമുക്കൊരു പ്രോബ്ലമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നമ്മളൊരു 10 പ്രോബ്ലങ്ങളിൽ നമ്മൾ ചെയ്ത് നോക്കും. പ്രീവിയസ് ഇയർ കവർ ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലം നമ്മൾ ഓക്കെ ആക്കും. ബട്ട് തിയറി പോർഷൻ പറയുന്ന സമയത്ത് ഈ 6 മെത്തേഡും അവയുടെ ബേസിക് ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അതിലെ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ മുമ്പ് ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഈ രീതിയിലല്ല എന്ന് മാത്രം. അതെങ്ങനെയായിരുന്നു? ഒരു വീട് ഞാൻ നിർമ്മിക്കുന്നുണ്ട്. ആ നിർമ്മിച്ച വീട് ഞാൻ റെന്റിന് കൊടുക്കുകയാണ്. ആൻഡ് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു മാസം 1000 രൂപ റെന്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഒരു വർഷം കൊണ്ട് അത് എത്ര രൂപയായി മാറും? 12,000 രൂപയായി മാറും. ഇതിൽ 2,000 രൂപ എനിക്ക് ചെലവുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ബാക്കി 10,000 രൂപ ഒരു വർഷം എനിക്ക് കിട്ടും അല്ലേ? ഒരു വർഷത്തിൽ 10,000 രൂപ കിട്ടും. ഈ 10,000 രൂപ അവിടുത്തെ എന്താണ്? നെറ്റ് ഇൻകം ആണ്. ഈ നെറ്റ് ഇൻകം ഒരു ബാങ്കിൽ നിന്നും എനിക്ക് കിട്ടാൻ എത്ര രൂപ ഞാൻ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു? അതിനെയാണ് എന്തെന്ന് പറയുക? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദിസ് പ്രോപ്പർട്ടി. ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള റെന്റിനെ ബേസ് ചെയ്ത് ആ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്തുന്ന രീതിയാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. ഒരു റെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർത്തെടുക്കണം. റെന്റൽ മെത്തേഡ്. So the net income by way of rent is found out by deducting all outgoings from the gross rent. ഗ്രോസ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന റെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു വർഷം 12,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഗ്രോസ് റെന്റ്. ഔട്ട് ഗോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലവുകളാണ്. അതിൽ നിന്ന് 2,000 രൂപ ചെലവ് കിഴിച്ചാൽ ബാക്കി 10,000 രൂപയ്ക്ക് നമുക്ക് എന്ത് പറയാം? നെറ്റ് ഇൻകം എന്ന് പറയാം. അപ്പോൾ ഒരു വർഷം കിട്ടുന്ന ടോട്ടൽ വരുമാനം ത്രൂ റെന്റ്, അതിനെയാണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. എന്നിട്ട് ഇയേഴ്സ് പർച്ചേസ് കാണണം. ഇയേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപ ആനുവിറ്റി കിട്ടാൻ ബാങ്കിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം? അതിനെയാണ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയാം. അപ്പൊ നെറ്റ് ഇൻകത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നുള്ള ടേം കിട്ടും. ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി or the capitalized value of the property is found out by multiplying net income with years purchase.
നെറ്റ് ഇൻകത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വസ്തുവിൻ്റെ വാല്യൂ കിട്ടും. സോ ഈ സാധനം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻടു ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തുവിന്റെ വില കണക്കാക്കുന്നതിനെയാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ആൻഡ് ദിസ് വാല്യുവേഷൻ ഈസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ദ റെന്റൽ ഇൻകം. വസ്തുവിൽ നിന്നും വരുന്ന വാടക ഇനത്തിലുള്ള വരുമാനത്തിന് ബേസ് ചെയ്തിട്ടാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നടത്തുന്നത്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ആയിട്ടുള്ള ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ. നിങ്ങൾ ഒരു വീട് അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ വേണ്ടി പോവുകയാണ്. ആ വീട് നോക്കി അവിടെ ആരും താമസിക്കുന്നില്ല ഒരു 5 വർഷമായിട്ട്. അപ്പോൾ അതിനങ്ങനെ ഒരു വാടകക്കാരോ ഒരു വാടക കൊടുത്തിട്ട് ആ വാടകക്കനുസരിച്ച് ആ വസ്തുവിന് വില കണക്കാക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? അവിടെ ആരും റെന്റിന് താമസിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആ വീടിന് വില കണക്കാക്കാം? അപ്പോൾ ഞാൻ അതേപോലെയുള്ള മറ്റു വീടുകൾ അന്വേഷിക്കുക. അതേപോലെയുള്ള മറ്റു വീടുകൾ ആ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ആ വീടിന് എത്രത്തോളം ആളുകൾ താമസിക്കാൻ തയ്യാറായിട്ടുണ്ട്, അവർ ഇതിന് എത്ര വാടക നൽകും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ വാടക അനുസരിച്ച് ആ വീടിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്രയാണ്, അത് തന്നെയായിരിക്കും ഈ വീടിൻ്റെയും ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അതായത് നമ്മൾ ഒരു വീടിന് വില നോക്കാൻ പോകുന്നു. ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ല, അതുകൊണ്ട് അതിന് റെന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനൊരു വില പറയാൻ സാധിക്കുന്നില്ല. അതേപോലുള്ള മറ്റൊരു റെന്റിന് കൊടുക്കുന്ന വീടിന്റെ വില എത്രയാണെന്ന് കണക്കാക്കിയിട്ട് ആ വില തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്ന വീടിന്റെയും വില എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അഡോപ്റ്റഡ് when the rental value of concerned property is not available. നമ്മൾ ഏതിനെയാണോ വില പറയാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ റെന്റൽ വാല്യൂ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇൻ സച്ച് കേസസ് the capitalized value of property is fixed by direct comparison with the capitalized value of similar property in the locality. അതേ പ്രദേശത്തുള്ള നമ്മൾ ഏതിൻ്റെ വാല്യൂ ആണ് കണക്കാക്കാൻ പോകുന്നത് അതിൻ്റെ ആ പ്രദേശത്തുള്ള അതുപോലത്തെ മറ്റു പ്രോപ്പർട്ടികളുടെ ക്യാപിറ്റൽ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നു. എന്നിട്ട് അതുമായി നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്ത് ഇതിന് ഒരു വാല്യൂ കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് ഡയറക്റ്റ് കമ്പാരിസൺ എന്നുള്ള മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത മെത്തേഡിലോട്ട് പോവാം. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. വസ്തുവിൽ നിന്നുള്ള വരുമാനത്തിനനുസരിച്ച് വാല്യൂ കണക്കാക്കുക. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പറമ്പ് വാങ്ങിക്കുകയാണ്. ഒരു ഏട്ടനും ഒരു അനിയനും ഉണ്ടായിരുന്നു. അച്ഛൻ 2 ഏട്ടനും അനിയനും ഒരു 10 സെന്റ് പറമ്പ് വീതം കൊടുത്തു. അനിയൻ ആ പറമ്പ് അതുപോലെ വെച്ചു. ജ്യേഷ്ഠൻ ആ പറമ്പിൽ കുറേ തെങ്ങ് നട്ടു. അവിടെ നല്ല തെങ്ങിൻ്റെ കൃഷി ഉണ്ടായി. ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വില പറയാൻ വരികയാണ്. വില പറയാൻ വരുമ്പോൾ ഒന്നുമില്ലാത്ത ആ തരിശായി കിടക്കുന്ന ഭൂമിക്കും ആ നന്നായിട്ട് തേങ്ങ വിളയുന്ന ആ തെങ്ങുള്ള ഭൂമിക്കും വിലയിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്? ആ തെങ്ങുള്ള പറമ്പിന് തേങ്ങ വഴി നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ രണ്ടും ഒരുപോലത്തെ പറമ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലത്തെ പറമ്പാണ്. പക്ഷെ ഒന്നിൽ നിന്നും വരുമാനം കിട്ടുന്നു എന്നതുകൊണ്ട് ആ പറമ്പിന്റെ മൂല്യം കൂടും. അതാണ് നമ്മളിവിടെ പറഞ്ഞ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. വരുമാനത്തിന് ബേസ് ചെയ്തുകൊണ്ടുള്ള വാല്യുവേഷൻ. ഞാൻ ഒരു 2 ഫിഗേഴ്സ് ഇവിടെ കാണിക്കാം. രണ്ടും ഹോട്ടൽസ് ആണ്. ഹോട്ടൽ എന്ന് പറയേണ്ട റെസ്റ്റോറൻറ്റ്സ് ആണ്. റെസ്റ്റോറൻറ്റ് 1, റെസ്റ്റോറൻറ്റ് 2. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? റെസ്റ്റോറൻറ്റ് 1 ഭയങ്കര ക്രൗഡഡ് ആണ്. അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് നല്ല കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലാണ്. രണ്ടാമത്തത് ആള് തീരെയില്ലാത്ത വളരെ കച്ചവടം കുറഞ്ഞ ഒരു ഹോട്ടലാണ്. 2 ഹോട്ടലും 1 കോടി രൂപ കൊടുത്ത് നിർമ്മിച്ചതാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ നിർമ്മാണ ചെലവ് രണ്ടും തുല്യം തന്നെയാണ്. ഇനി നിങ്ങളോട് ഒരാൾ പറയാണ് ഈ ഹോട്ടലിൻ്റെ വാല്യൂ കണ്ടെത്തണം. നിങ്ങൾ 2 ഹോട്ടലിനും ഒരേ വാല്യൂ ആണെന്ന് പറയുമോ? ഒരിക്കലുമില്ല. കാരണം ഒന്ന് നല്ല ഇൻകം ഉണ്ടാക്കി തരുന്ന ഒരു ബിൽഡിംഗ് ആണ്, മറ്റേത് തീരെ ഇൻകം ഉണ്ടാക്കി തരാത്ത ഒരു ബിൽഡിംഗ് ആണ്.
അപ്പോൾ അവ തമ്മിലുള്ള വാല്യൂവിലും അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ടാവണം. അതല്ലേ അതിൻ്റെ നീതി. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ നിന്നുള്ള വരുമാനത്തിന് ബേസ് ചെയ്തുകൊണ്ട്, നേരത്തെ പറഞ്ഞത് റെൻ്റാണ്. റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ്. പക്ഷെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നല്ല കച്ചവടമുള്ള മാസത്തിൽ നല്ല പ്രോഫിറ്റ് വരും, കച്ചവടം കുറയുന്ന മാസത്തിൽ പ്രോഫിറ്റ് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കച്ചവടമുള്ള ഏരിയകളിൽ ആ വസ്തുവിൻ്റെ മൂല്യം കൂടാനുള്ള കാരണം അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിലോട്ട് പോവാം. സോ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്ന സമയത്ത് കാശ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ബിൽഡിങ്ങിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ്സ് ലൈക്ക് ഹോട്ടൽ, സിനിമാസ്, ഓഡിറ്റോറിയംസ് എക്സെട്ര, ഫോർ വിച്ച് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോഫിറ്റ്. ഹോട്ടൽ, സിനിമ തിയേറ്റർ, ഓഡിറ്റോറിയം പോലെയുള്ള വസ്തുവിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് മൂല്യം കണക്കാക്കപ്പെടുന്ന ബിൽഡിങ്ങുകൾക്ക് ഈ മെത്തേഡാണ് വാല്യുവേഷന് നല്ലത്. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളും കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ടും അവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റി, സ്ഥിരമായിട്ട് ആളുകൾ ഒരു റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടോ അതിനനുസരിച്ചിട്ട് ആ ഹോട്ടലിന്റെ മൂല്യം മാറാറുണ്ട്. ഇപ്പോൾ ചിലർ ഒരു ഹോട്ടലിൽ നടത്തിയിട്ട് വളരെ മോശം റിസൾട്ട് ഉണ്ടാക്കും, മറ്റു ചില മാനേജ്മെന്റ് അത് കയറി കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടിലോട്ടൊക്കെ അല്ലെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ ഹോട്ടൽ, സിനിമ തിയേറ്റർ, ഓഡിറ്റോറിയം പോലെയുള്ള ബിൽഡിങ്ങുകളുടെ പ്രത്യേകത എന്താണ്? ആ ബിൽഡിങ്ങുകളുടെ മൂല്യം നിശ്ചയിക്കുന്നത് ആ ബിൽഡിങ്ങിൽ നിന്നും വരുന്ന വരുമാനത്തിനനുസരിച്ചിട്ടാണ്. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്നുള്ള മെത്തേഡാണ് വാല്യുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദ റെന്റൽ മെത്തേഡ്. റെന്റൽ മെത്തേഡിന്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അതിന്റെ മൂല്യം കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റെന്റൽ മെത്തേഡിൽ എന്താ നമ്മൾ ചെയ്തത്? റെന്റ് വഴി കിട്ടുന്ന ഗ്രോസ് ഇൻകം കണ്ട് അതിൽ നിന്ന് ഔട്ട് ഗോയിങ്സ് സബ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്നും നെറ്റ് ഇൻകം എത്ര വരുന്നുണ്ടെന്ന് നോക്കി അതിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്തുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നും വരുന്ന പ്രോഫിറ്റിനനുസരിച്ച് ആ ബിൽഡിങ്ങിന് ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണക്കാക്കുന്നു, ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. സോ ദ നെറ്റ് ഇൻകം ഫ്രം ദ പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. പ്രോഫിറ്റിന് ആനുപാതികമായിട്ട് എത്ര നെറ്റ് ഇൻകം ആണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്ന് കണക്കാക്കുന്നു. ആൻഡ് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഫൗണ്ട് ഔട്ട് ബൈ മൾട്ടിപ്ലൈയിങ് നെറ്റ് ഇൻകം വിത്ത് ഇയേഴ്സ് പർച്ചേസ്. നമ്മൾ ആ പ്രോഫിറ്റിലൂടെ കിട്ടുന്ന നെറ്റ് വരുമാനത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് ഗുണിച്ച് ആ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണക്കാക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗറിൽ കാണിച്ച രണ്ട് ഹോട്ടൽ, ആദ്യത്തെ ഹോട്ടലിൽ ഭയങ്കര ക്രൗഡും ഭയങ്കര കച്ചവടവും, ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് വളരെ കൂടുതലാണ്. പ്രോഫിറ്റിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദാറ്റ് ഹോട്ടൽ വിൽ ബി വെരി ഹൈ. ഓക്കെ. രണ്ടാമത്തെ ഹോട്ടലിൽ നോക്കുന്ന സമയത്ത് അവിടെ കസ്റ്റമേഴ്സ് കുറവാണ്, പ്രോഫിറ്റ് കുറവാണ്. പ്രോഫിറ്റ് കുറവാകുമ്പോൾ നെറ്റ് ഇൻകം കുറവാണ്. നെറ്റ് ഇൻകം കുറയുമ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദ സെക്കൻഡ് ഹോട്ടൽ വിൽ ആൾസോ ബി ലോവർ. രണ്ടാമത്തെ ഹോട്ടലിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ വളരെ കുറവാണ്. ഓക്കെ. ആൻഡ് ദ വാല്യൂ this found out will be very much higher than the construction cost. അതായത് നമ്മൾ നേരത്തെ രണ്ട് ഹോട്ടലിന്റെ കേസ് പറഞ്ഞു. The first one with a very high crowd, very big crowd. The second one with very less number of customers. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കേസിൽ ആളുകൾ വളരെ കൂടുതലായതുകൊണ്ട് പ്രോഫിറ്റ് കൂടുന്നത് കൊണ്ട് പ്രോഫിറ്റിനനുസരിച്ചുള്ള നെറ്റ് ഇൻകം കണക്കാക്കുമ്പം രണ്ടാമത്തെ അതിന്റെ നെറ്റ് ഇൻകം കണക്കാക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വരും ഒന്നാമത്തെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കൂടും. ചിലപ്പോൾ 1 കോടി ചെലവാക്കി നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 1.25 കോടിയൊക്കെ ചിലപ്പോൾ രണ്ടാമത്തെ ഹോട്ടലിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആയിരിക്കും. പക്ഷെ ഒന്നാമത്തെ ഹോട്ടൽ ചിലപ്പോൾ അത് 10 കോടിയൊക്കെ ആയിരിക്കും അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അതായത് 1 കോടി മുതൽ മുടക്കിൽ നമ്മളൊരു ഹോട്ടലിൽ തുടങ്ങി അവിടുത്തെ കച്ചവടത്തിന്റെ ഊക്കൊണ്ട് 10 കോടി മൂല്യമുള്ള ഒരു ഹോട്ടലായിട്ട് അത് മാറും. അവിടെ 1 കോടിയിലേറെ ചെലവാക്കിയ പൈസയിൽ ഒന്നും എക്സ്ട്രാ ചെലവ് വന്നിട്ടില്ല, പക്ഷെ ഇത്രയും വലിയ ഒരു വാല്യൂ കിട്ടാൻ കാരണം ആ കച്ചവടം ആണ് എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പൊ പ്രോഫിറ്റിനനുസരിച്ചിട്ട് മൂല്യം കണക്കാക്കുന്ന രീതിയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത മെത്തേഡിലോട്ട് പോവാം. ആൻഡ് ഇറ്റ് ഈസ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് എന്നുള്ളത് വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് ഡിറ്റർമിൻഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ്
in constructing the building or processing the property. ഞാൻ ഏകദേശം ഒരു 25 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു വീട് നിർമ്മിച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഇത് ഒരു 5 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഈ വസ്തുവിന്റെ മൂല്യം എത്രയാണ്? ഞാൻ 25 ലക്ഷം രൂപ ചെലവാക്കി ഉണ്ടാക്കിയതാണ്. ഈ 5 വർഷത്തിന് വേണമെങ്കിൽ ഒരു 50,000 രൂപ കുറവ് തരാം. അപ്പോൾ 24,50,000 രൂപയാണ് ഈ വസ്തുവിന്റെ മൂല്യം എന്ന് കണക്കാക്കുന്ന രീതിയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വന്നോ അതിനനുസരിച്ചിട്ട് അതിന്റെ വില കണക്കാക്കുക. നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വന്നോ അതിനനുസരിച്ച് വസ്തുവിന്റെ മൂല്യം കണക്കാക്കുന്നതിനാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെസസറി ഡിപ്രീസിയേഷൻ ആൻഡ് ഒബ്സൊലസൻസ് ആർ കൺസിഡേർഡ് ഇൻ വാല്യുവേഷൻ. അങ്ങനെ വസ്തു നിർമ്മിക്കാനുള്ള ചെലവ് അതുപോലെ കൊടുക്കൂല. അതായത് 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിച്ചു, 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും 25 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല. നെസസറി ആയിട്ടുള്ള കുറച്ച് ഡെപ്രീസിയേഷൻസ് ഉണ്ടാവും, വിലയിടിവുകൾ ഉണ്ടാവും, ഒബ്സൊലസൻസ് കാലഹരണപ്പെട്ടു പോയ ഡിസൈൻ ആയതുകൊണ്ട് ലേശം മൂല്യത്തകർച്ചയൊക്കെ വന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ആ ബിൽഡിംഗ് നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വന്നോ അതിനനുസരിച്ച് ഒരു വില കണക്കാക്കുന്നതിനെയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ വിശാലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് അല്ലെങ്കിൽ അടുത്ത മെത്തേഡാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. വാട്ട് ഈസ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ? ഈ പിക്ചർ നോക്കിയേ, ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീടാണ്. ഒന്നാമത്തെ പിക്ചറിലുള്ള വീടാണ് നിങ്ങൾ വില പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വില പറയാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. എന്ത്? ഈ വീട് ഞാൻ റിനോവേറ്റ് ചെയ്ത് ഇതുപോലെ ആക്കും, രണ്ടാമത്തെ പിക്ചറിൽ കാണുന്ന പോലെ ആക്കും. എന്നിട്ട് ഈ വീടിന് എനിക്ക് ഏകദേശം 25,000 രൂപ വാടക കിട്ടും ഒരു മാസം. അത്രയും ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വീടാക്കി ഞാനിത് മാറ്റും എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്ന വീടാക്കി മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു മാസം 25,000 രൂപ വാടക കിട്ടും. ആ 25,000 രൂപ വെച്ചിട്ട് എനിക്കൊരു വർഷം ഇത്ര രൂപ കണക്ഷൻ ഉണ്ടാവും. അതിൽ ചെലവുകളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇത്രത്തോളം രൂപയാവും. അങ്ങനെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു പ്രോപ്പർട്ടി കാണുന്നു. ആ പ്രോപ്പർട്ടി കാണുന്ന സമയത്ത് ആ പ്രോപ്പർട്ടി ഈസ് നോട്ട് ഡെവലപ്ഡ് ഓർ നോട്ട് റിനോവേറ്റഡ്. ആ വീട് റിനോവേഷൻ നടക്കാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ കണക്കാക്കുന്നു ഈ പെർട്ടിക്കുലർ ബിൽഡിംഗ് റിനോവേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത്രത്തോളം രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു വസ്തുവായിട്ട് മാറും. അപ്പോൾ ഈ വസ്തുവിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇത്രയായിരിക്കും. അങ്ങനെ നമുക്ക് ഈ വസ്തുവിന് വില പറയാൻ പറ്റും. ഓക്കെ, ഇത് റിയൽ എസ്റ്റേറ്റുകൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ഒരു പ്ലോട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെയൊക്കെ നവീകരിച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ കിട്ടും, അതുകൊണ്ട് ഇതിന് ഇത്ര വിലയുണ്ട് എന്ന് പറയുന്ന രീതി. അപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ വില പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ് ഓർ നോട്ട് റെനോവേറ്റഡ്. റെനോവേഷൻ നടക്കുന്നതിന് മുമ്പാണ് നമ്മൾ റെനോവേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനുണ്ടാവുന്ന വില അനുസരിച്ചിട്ട് നമ്മളൊരു വില പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പൊ നിങ്ങളാണ് ഈ പറമ്പ് നോക്കാൻ വന്ന ഈ കൂട്ടിട്ട മനുഷ്യൻ. അപ്പൊ ഇയാൾ ഈ പറമ്പ് കണക്കാക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് ഒരു വലിയ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ പോകുന്ന ഒരു വലിയ കമ്പനിയുടെ ഒരാളാണ്. നിങ്ങൾ ആ പ്ലോട്ടിന് വില പറയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ വില പറയുന്ന സമയത്ത് ഈ ടൗൺഷിപ്പിന്റെ ആള് എങ്ങനെ ഈ പ്ലോട്ടിന് വില പറയും? ഇതാണ് വരാൻ പോകുന്ന വലിയ പ്ലാൻ. ഈ ഏരിയ ആണ് നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് നിങ്ങളത് കൺവേർട്ട് ചെയ്യാനുള്ളത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് ആണ് ആ പ്ലോട്ടിൽ വരാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ രണ്ടാമത്തെ കേസിൽ കാണിച്ച ഈ ഒരു ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വില്ലാസ് ഉണ്ടാവും. ആ വില്ലാസിന് ഒരുപാട് വരുമാനം ഉണ്ടാവും. ആ വില്ലാസിലൂടെ ആ വില്ലാസിലേക്ക് നിൽക്കാൻ ആളുകൾ വരും. അതിൽ നിന്ന് റെന്റലായിട്ടും മറ്റു രീതിയിലൊക്കെ ഒരുപാട് പൈസ നമുക്ക് ലാഭമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ ലാഭങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ലാഭത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആ പ്ലോട്ടിന് അല്ലെങ്കിൽ ആ ഒരു മൊത്തം സെറ്റപ്പിന് ഒരു വില പറയാൻ പറ്റും, ഒരു ക്യാപിറ്റലൈസ്ഡ് വില പറയാൻ പറ്റും, ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ പറയാൻ പറ്റും. അപ്പൊ ഈ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് ഒന്നാമത്തെ സ്റ്റേജിലാണ് വാല്യുവേഷൻ നടക്കുന്നത്. പക്ഷെ ഈ വാല്യുവേഷൻ നടക്കുന്ന സമയത്ത് ഈ വരുമാനമൊന്നും ഇല്ല. ഭാവിയിൽ വരാൻ പോകുന്ന വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ വില പറയണത്.
ഓക്കെ. ഇപ്പൊ നമ്മള് ഒരു പറമ്പ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ അപ്പുറത്ത് ഒരു ഹൈവേ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ വില കൂടി. കാരണം എന്താ, ഹൈവേ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ബിസിനസ്സുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പറമ്പിന്റെ വാല്യൂ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഹൈവേ വരും എന്നതുകൊണ്ട് ഇപ്പം സെന്റിന് 50,000 രൂപ ഉള്ളത് നാളെ 1,50,000 രൂപ കിട്ടും, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ 1,00,000 തന്നു കഴിഞ്ഞാൽ ഇത് എടുത്തോളി എന്നൊക്കെ നമുക്ക് വാദിക്കാൻ പറ്റും. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് അവിടെ വന്നിട്ടില്ല, ആ വരാത്ത കേസിൽ അൺഡെവലപ്മെന്റ് സ്റ്റേജിൽ, അൺഡെവലപ്ഡ് സ്റ്റേജിൽ ഭാവിയിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റിനനുസരിച്ച് ഭാവിയിൽ കിട്ടാവുന്ന പ്രോഫിറ്റിനനുസരിച്ച് അതിന് വസ്തുവിന് വില കണക്കാക്കുന്നതിനെയാണ് പിന്നെ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനനുസരിച്ച് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഭാവിയിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ലാഭത്തിനനുസരിച്ച് മുൻകൂട്ടി തന്നെ പറമ്പിന് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് വാല്യൂ കണക്കാക്കുന്ന രീതിയാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. നമുക്കതിന്റെ പിന്നെ ഡെഫിനിഷൻ നോക്കാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ അൺഡെവലപ്ഡ് സ്റ്റേജ് ഓർ പാർട്ട്ലി ഡെവലപ്ഡ് സ്റ്റേജ്. അപ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ വില പറയാൻ പോകുന്ന സമയത്ത് ആ വസ്തു ഡെവലപ്ഡ് അല്ല, അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലോട്ടിന് വില പറയാൻ പോകുന്ന സമയത്ത് ആ പ്ലോട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് വെറുതെ കാലിപ്പറമ്പായിട്ട് കിടക്കുകയാണ്, ആ സമയത്താണ് നിങ്ങൾ വില പറയുന്നത്. യു ആർ ഇൻ ദ അൺഡെവലപ്ഡ് സ്റ്റേജ്, ആ സ്ഥലം ഡെവലപ്പ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ വില പറയുന്നത്. ആൻഡ് ഓർ അതർവൈസ് ദ പാർട്ട്ലി ഡെവലപ്ഡ് സ്റ്റേജ്, ഭാഗികമായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ മെച്ചം വന്നിട്ടുണ്ട് ആ സ്ഥലം. And the valuation may be worked out from the anticipated future net income which it may fetch after its renovation or development. ഈ സെന്റൻസിന്റെ അർത്ഥമാണ് ഈ ഡെഫിനിഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് വാല്യുവേഷൻ മേ ബി വർക്ക്ഡ് ഔട്ട്, വാല്യുവേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഫ്രം ദ ആന്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ നെറ്റ് ഇൻകംത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അർത്ഥം. നമ്മൾ ഭാവിയിൽ ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള നെറ്റ് ഇൻകം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യുവേഷൻ നടത്തുന്നത്. വിച്ച് ഇറ്റ് മേ ഫെച്ച് ആഫ്റ്റർ ഇറ്റ്സ് റിനോവേഷൻ ഓർ ഡെവലപ്മെന്റ്. ഈ പെർട്ടിക്കുലർ പ്ലോട്ടിന് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിന് ഇന്ന രീതിയിലുള്ള റിനോവേഷൻസ് നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പ്ലോട്ട് ഇപ്പോൾ ഒരു 20 ഏക്കർ പ്ലോട്ടാണ്, ഈ പ്ലോട്ടിനെ ഞാൻ 10 സെന്റിന്റെ കുഞ്ഞു പ്ലോട്ടുകളായിട്ട് മുറിച്ചിട്ട് ഓരോ ഭൂമിയിലേക്കും കൃത്യം കുഞ്ഞു റോഡുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കയറാൻ പറ്റുന്ന രീതിയിൽ JCB വെച്ച് പരത്തി കഴിഞ്ഞാൽ, ഇതിന് ഇങ്ങനെ ഒരു ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലോട്ടിന് ഇത്ര വില കിട്ടും, അപ്പോൾ ഇതിൽ നിന്ന് ഇത്ര വരുമാനം കിട്ടും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇത്ര വില കണക്കാക്കാം. ഒരു നമ്മൾ ഡെവലപ്ഡ് അല്ലാത്ത സ്റ്റേജിൽ തന്നെ ഭാവിയിൽ ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാവും ഇതിന്റെ വില എന്ന് കണക്കാക്കുന്ന ആ രീതിയാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വില പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഡെവലപ്ഡ് ആൻഡ് വി ആർ anticipating its future development and thus the future net income from that particular property. The net income multiplied by years purchase will give you the anticipated capitalized value. അപ്പോൾ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള നെറ്റ് ഇൻകത്തിനെ ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള ആന്റിസിപ്പേറ്റഡ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടി അലോങ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ദ റെനോവേഷൻ ഈസ് കമ്പയർഡ് വിത്ത് ആന്റിസിപ്പേറ്റഡ് വാല്യൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീട് വാങ്ങിക്കാൻ പോവാണ്, ആ വീട് റെനോവേറ്റ്, ഞാനൊരു 10 ലക്ഷത്തിനാണ് ആ വീട് കിട്ടുക തോന്നുന്നത്. അപ്പോൾ ആ വീട് ഞാനൊരു 5 ലക്ഷം കൂടെ കൊടുത്ത് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര എമൗണ്ടിന് ഇത് വാടക കൊടുക്കാമെന്ന് വിചാരിക്കാം. എന്നിട്ട് ആ വാടകയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് കിട്ടാവുന്ന വരുമാനം ഞാൻ ഈ വസ്തുവിൽ ഇറക്കിയ മുതൽ മുടക്കിന്റെ കായും കൂടുതലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലാഭമാണ് ഉണ്ടാവുക. അതല്ലെങ്കിൽ ഭാവിയിൽ ഈ റെനോവേഷൻ കഴിഞ്ഞിട്ട് അതിലൂടെ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള വരുമാനം ഞാൻ ഇതിൽ ഇറക്കുന്ന മുതൽ മുടക്കിനേക്കായും കുറവാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് നഷ്ടം ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ റെനോവേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുന്നത്.
അപ്പോൾ ഈ റെനോവേഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഇൻകം കുറവും അങ്ങനെ അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ്. റെനോവേഷൻ കഴിഞ്ഞിട്ട് ഇതിന് നല്ല വാല്യൂ കിട്ടുകയും ഇതിന് നല്ല റെന്റ് കിട്ടുകയും അതുവഴി നല്ലൊരു ഇൻകം നമുക്ക് കിട്ടുമെങ്കിൽ ഇതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഫ്യൂച്ചർ ആന്റിസിപ്പേറ്റഡ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കൂടുതലാണെന്ന് പറയാം. അപ്പൊ എനിക്ക് ഈ പ്രോപ്പർട്ടി ലാഭമായിട്ട് വരും. അപ്പൊ നമുക്ക് ഒരു വസ്തുവിൽ പൈസ ഇറക്കണോ ഇറക്കണ്ടേ, അല്ലെങ്കിൽ പൈസ ഇറക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ലാഭം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ഈ ഡെവലപ്മെന്റ് മെത്തേഡ് സഹായിക്കും. സോ ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് വെദർ the investment or on renovation or development is justified. ഒരു വസ്തു നന്നാക്കാനോ ഡെവലപ്മെന്റിനോ വേണ്ടിയിട്ട് ഞാൻ പൈസ മുടക്കണോ മുടക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ ഈ ഡെവലപ്മെന്റ് മെത്തേഡ് സഹായിക്കും. അതായത് ഒരു 10-20 ഏക്കർ ഭൂമി എൻ്റെ കയ്യിലുണ്ട്, ഞാനത് 10 സെന്റിന്റെ കുഞ്ഞു പ്ലോട്ടുകളാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രയോ ലക്ഷം റുപ്യ ചെലവുണ്ട്. എന്നിട്ട് ഞാനത് വിൽക്കുന്ന സമയത്ത് ആ പൈസ എനിക്ക് കിട്ടൂല എന്നുണ്ടെങ്കിൽ, ഭാവിയിൽ ഇതിന്റെ മൂല്യം അത്രത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇറക്കിയ പൈസ എനിക്ക് നഷ്ടമാവും. അപ്പോൾ ആ റെനോവേഷന് വേണ്ടി പൈസ ഇറക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാം. ഇനി ഞാനത് 10 സെന്റിന്റെ കുഞ്ഞു പ്ലോട്ടുകളായിട്ട് റോഡുകളൊക്കെ ആയിട്ട് വെക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഭാവിയിൽ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ അതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലാഭമായിരിക്കും. അപ്പോൾ ഭാവിയിൽ കിട്ടാൻ സാധ്യതയുള്ള കാശാണ് നമ്മൾ ഈ ഡെവലപ്മെന്റ് മെത്തേഡിൽ കണക്കാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൽ പണം ഇറക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതി കൂടിയാണ് ഇത് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഡെപ്രീസിയേഷൻ മെത്തേഡ്. നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ പ്രോബ്ലം ആയിട്ട് ചെയ്യാനുള്ളത് ഡെപ്രീസിയേഷൻ മെത്തേഡ് മാത്രമാണ്. ആൻഡ് ദ ഡെപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് അസർട്ടൻഡ് ബൈ ദ ഫോർമുല. ഒരു പ്രോപ്പർട്ടി തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട് നമ്മുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ നിലവിലുള്ള വാല്യൂ കാണാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പറയുന്നത്, വിച്ച് ഈസ് ഡി ഈസ് ഈക്വൽ ടു, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്രീസിയേറ്റഡ് വാല്യൂ, ഇപ്പോഴുള്ള ഇതിന് പറയാൻ പറ്റുന്ന വാല്യൂ എത്രയാണെന്നുള്ളതാണ് ഡി, ഈക്വൽ ടു പി ഇൻറ്റു 1 മൈനസ് ആർ ഡി ബൈ 100 ഓൾ റേസ് ടു എൻ. ഇതിൽ ഓരോ സാധനം എന്താ നോക്കാം. ഡി ഇസ് ദി ഡെപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് നേരത്തെ പറഞ്ഞു, വസ്തുവിന്റെ വില ആണ് ഡി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അറ്റ് ദ പ്രസന്റ് മാർക്കറ്റ് റേറ്റ്. ഒരു വീടാണ് നിങ്ങൾ വില പറയാൻ പോകുന്നതെങ്കിൽ ആ വീട് ഇപ്പൊ നിർമ്മിക്കാൻ എത്ര രൂപയാവും എന്നതിനെയാണ് കോസ്റ്റ് അറ്റ് പ്രസന്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് ഡെപ്രീസിയേഷൻ, അതായത് റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ, എത്രത്തോളം ശതമാനത്തിലാണ് ഡെപ്രീസിയേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് ഈ ആർ ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ, വില ഇടിവിന്റെ തോത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഡെപ്രീസിയേറ്റഡ് വാല്യൂ, ഡെപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിന്റെ വില ഇടിഞ്ഞ ശേഷം അവസാനമുള്ള വില എത്രയാണെന്ന് കണക്കാക്കാൻ പ്രസന്റ് റേറ്റിൽ ഇപ്പോ ഇതേ ബിൽഡിംഗ് ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവ് വരും, അതാണ് പി. ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ, അതായത് എത്ര ശതമാനം വെച്ചിട്ടാണ് ഈ ഡെപ്രീസിയേഷൻ നടക്കുന്നത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ആർ ഡി എന്ന വാല്യൂവിനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. ലൈഫ് ഓഫ് സ്ട്രക്ചർ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആർ ഡി എന്നുള്ള വാല്യൂ പറയാം. ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ. അപ്പൊ 100 വർഷം വരെ ലൈഫ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ പിന്നെ ആർ ഡി എന്നുള്ളത് 1% ആണ്. അതായത് ഓരോ വർഷവും കൂടുമ്പോൾ 1% വെച്ചിട്ടാണ് ആ വസ്തുവിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ 100 വർഷം വരെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ 100 വർഷം ലൈഫ് ഉള്ള ഒരു സ്ട്രക്ചറിന്റെ ആർ ഡി, റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ എന്നുള്ളത് 1% ആണ്. അതായത് ഓരോ ശതമാനം വെച്ചിട്ടാണ് ഓരോ വർഷം കുറയുക. 75 വർഷം പിന്നെ ലൈഫ് ഉള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ആർ ഡി ഈസ് 1.3%. 50 വർഷം ലൈഫ് ഉള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 2% വെച്ചിട്ടാണ് ഓരോ വർഷവും കുറയുക. പിന്നെ 25 ഇയേഴ്സ് ലൈഫ് ഉള്ള സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 4% അതിന്റെ വിലയിൽ ഇടിവ് വരിക. ആൻഡ് 20 വർഷം ലൈഫ് ഉള്ള ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും 5% വിലയിടിവാണ് സംഭവിക്കുക. അപ്പോൾ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ബിൽഡിങ്ങിന് വളരെ കുഞ്ഞു ഡിപ്രീസിയേഷൻ ഉണ്ടാവുള്ളൂ. ഡ്യൂറബിലിറ്റി കുറഞ്ഞ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ വളരെ കൂടുതലായിരിക്കും. അതാണ് 20 വർഷം മാത്രം ലൈഫ് ഉള്ള ബിൽഡിങ്ങിന് 5%, അതായത് 100 രൂപയുള്ള സാധനം പിറ്റേന്ന് 95 മാറും, പിറ്റേന്ന് 91 രൂപയായി മാറും. അപ്പൊ 5% വെച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഈ ഡെപ്രീസിയേഷൻ മെത്തേഡിൽ നമ്മൾ ഒരു വസ്തുവിന്റെ മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ ഡി ആണ് നമുക്ക് കണക്കാക്കാനുള്ളത്. നമുക്ക് കിട്ടേണ്ടത് പി നമുക്കറിയാം, അതായത് ആ വീടിന്റെ പ്രസന്റ് റേറ്റിൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരും എന്ന് നമുക്ക് കണ്ടെത്താം. ആൻഡ് ആർ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡെപ്രീസിയേഷൻ ആണ്. അത് നമുക്ക് ഇങ്ങനെ ഒരു ടേബിളിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റും.
ആൻഡ് നമ്മൾ ക്വസ്റ്റ്യനിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട. ബട്ട് സ്റ്റിൽ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം കൂടിയാണ് ഈ RD, റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന്റെ നിലവിലുള്ള വില കണക്കാക്കുന്ന രീതിയാണെന്ന് പറഞ്ഞു. വിവിധ മെത്തേഡുകൾ അതിന് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് റെന്റൽ മെത്തേഡാണ്. വസ്തുവിൽ നിന്നും കിട്ടുന്ന വാടകയ്ക്കനുസരിച്ച് വസ്തുവിന്റെ വില കണക്കാക്കുന്ന രീതിയാണ് റെന്റൽ മെത്തേഡ്. ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ വില കണക്കാക്കാൻ അതിൽ റെന്റ് ഒന്നുമില്ല. അപ്പോൾ ആ ബിൽഡിങ്ങിന്റെ വില കണക്കാക്കണമെങ്കിൽ അതുപോലത്തെ റെന്റ് കിട്ടുന്ന ബിൽഡിങ്ങിന്റെ റെന്റ് അനുസരിച്ചിട്ടുള്ള ആ ബിൽഡിങ്ങിന്റെ വില കണക്കാക്കുന്നു. അതുമായി ഇതിനെ ബന്ധപ്പെടുത്തി നമ്മൾ വില കണക്കാക്കുന്നു. മൂന്നാമത്തേത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു ഹോട്ടൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല കച്ചവടമുള്ള ഹോട്ടലിന് നല്ല വിലയുണ്ടാവും, കച്ചവടം തീരെ ഇല്ലാത്ത ഹോട്ടലിന് വില കുറവായിരിക്കും. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ആ ഹോട്ടലിൽ പോലെയുള്ള ബിൽഡിങ്ങുകളിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് വസ്തുവിന്റെ വില കണക്കാക്കുന്നതിനെയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടക്ക് മുതലിനെ ബേസ് ചെയ്തിട്ട് വില പറയാം. ഇപ്പോൾ ഒരാൾ 10 ലക്ഷം രൂപ കൊണ്ട് ഒരു വീടുണ്ടാക്കി, മറ്റേ ആൾ 15 ലക്ഷം കൊണ്ട് ഒരു വീടുണ്ടാക്കി. എന്നിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 10 ലക്ഷം കൊണ്ട് വീടുണ്ടാക്കിയവനും 15 ലക്ഷം വീടുണ്ടാക്കിയവൻ്റെ വീടും തമ്മിൽ വില വ്യത്യാസം ഉണ്ടാവും. അത് കൂടുതൽ പൈസ കൊടുത്ത് നിർമ്മിച്ച സാധനത്തിന്റെ 5 വർഷം കഴിഞ്ഞാലും കൂടുതൽ വില ഉണ്ടാവണം. കുറച്ച് പൈസ കൊടുത്ത് നിർമ്മിച്ച സാധനത്തിന്റെ വില കുറച്ച് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വസ്തു നിർമ്മിക്കാൻ എത്ര രൂപ ചെലവായി അതിനെ ബേസ് ചെയ്തിട്ട് വസ്തുവിന്റെ വില പറയുന്ന രീതിയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്. ദ ഡെവലപ്മെന്റ് മെത്തഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞതായിരുന്നു. ഒരു പ്ലോട്ടോ ഒരു പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ ഒരു വീടോ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ വീട് ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ്. ഇറ്റ് ഈസ് ഇൻ അൺഡെവലപ്ഡ് സ്റ്റേജ്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു വില നമ്മൾ വെറുതെ അങ്ങോട്ട് പറയുന്നതിന് പകരം ഇത് റിനോവേറ്റ് ചെയ്ത് ഇത് നന്നാക്കി എടുത്ത് ഇത് വാടകയ്ക്ക് കൊടുക്കുകയോ ഇതിൽ വല്ല സംരംഭം തുടങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഇന്ന വരുമാനം ഉണ്ടാവും. അപ്പോൾ അതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ അന്ന് ഇത്ര രൂപയായിട്ട് മാറും എന്നതുകൊണ്ട് ഇന്ന് ഇതിന് ഇത്ര വാല്യൂ വേണം എന്ന് കണക്കാക്കുന്ന രീതിയാണ്. അതായത് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഡെവലപ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ആ വസ്തുവിന്റെ മൂല്യം കണക്കാക്കുന്ന രീതിയാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് ഡെപ്രീസിയേഷൻ മെത്തേഡ്. ഡെപ്രീസിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വർഷവും വസ്തുവിന്റെ വില ഇടിയുന്നുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ വസ്തുവിന്റെ പ്രായത്തിനനുസരിച്ചിട്ട് നിലവിൽ അതേ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവാകും എന്നതിനെയും ബേസ് ചെയ്തിട്ട് വസ്തുവിന്റെ വില കണക്കാക്കുന്ന രീതിയാണ് ഡെപ്രീസിയേഷൻ മെത്തേഡ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.